വെസ്റ്റ് പനി ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം AR നഗർ സ്വദേശി മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ഫെബ്രുവരി 25-ന് പനി ബാധിച്ച് ചികിത്സ തേടിയ ഷാനിന് വെസ്റ്റ് വൈറസാണെന്ന് കഴിഞ്ഞയാഴ്ചയാണ് സ്ഥിരീകരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. കടുത്ത പനിയും ജലദോഷവും ശരീരവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മുഹമ്മദ് ഷാനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 25-ന് പ്രവേശിപ്പിച്ചത്. അസുഖം കുറയാത്തതിനെ തുടർന്ന് വിദഗ്ധ പരിശോധന നടത്തി. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിൽ വെസ്റ്റ് നൈൽ വൈറസാണെന്ന് കഴിഞ്ഞയാഴ്ച സ്ഥിരീകരിച്ചു. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിൽ നിന്നുള്ള വിദഗ്ധ സംഘവും തിരുവനന്തപുരത്തു നിന്നുള്ള ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘവും മലപ്പുറത്തും കോഴിക്കോട്ടും എത്തിയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് ഷാൻ പുലർച്ചെയാണ് മരിച്ചത്. ക്യൂലക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് വെസ്റ്റ് നൈൽ വൈറസ് പരത്തുന്നത്. പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മുഹമ്മദ് ഷാന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയ കാക്കയിൽ നിന്നാണോ പടർന്നതെന്നറിയാൻ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നെസസറി ആക്ഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സീവേജ് ഡ്രെയിൻസ്, സീവർ ലൈൻസ് ഓപ്പൺ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിസരത്തിൽ ഓപ്പൺ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് ഇറ്റ് ഹാസ് ടു ബി ക്ലോസ്ഡ്. സിറ്റുവേഷൻ നമുക്ക് അണ്ടർ കൺട്രോൾ ആണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന വൈറസ് അല്ലാത്തതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി KK ശൈലജ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.